രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാമത് ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മക ഇടപെടലാണ് കേരളത്തിന്റെ ബജറ്റ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് 2025-26 കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നുമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണങ്ങൾ. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു DA കൂടി എന്നതാണ്. വയനാട് പുനരധിവാസത്തിനായി 750 കോടിയും പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണന കേരളം ഇക്കാലത്ത് നേരിട്ടു. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ മികച്ച നിലയിൽ വർധനവുണ്ടാക്കിയിട്ടും കേന്ദ്ര വിഹിതത്തിൽ വരുത്തിയ വെട്ടിക്കുറവ് മൂലം നമുക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നു. സംസ്ഥാനത്തിന്റെ ധനഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയാണെന്ന് ധനമന്ത്രി എടുത്തു പറഞ്ഞു. ധനകമ്മീഷൻ ഗ്രാന്റ് തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുകയാണ്. പദ്ധതി വിഹിതവും വെട്ടിക്കുറയ്ക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിനിടെയായിരുന്നു ധനമന്ത്രിയുടെ വിമർശനം. കടമെടുക്കാൻ അനുവദനീയമായ പരിധി പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. കിഫ്ബി വായ്പ കടമായി കണക്കാക്കുകയാണ്. കിഫ്ബി വായ്പ മുൻകാല പ്രാബല്യത്തോടെയാണ് കടപരിധിയിൽപ്പെടുത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ ബജറ്റിനാണ് സാധ്യതയെന്ന് കരുതിയെങ്കിലും ഭൂനികുതി അടക്കം കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ക്ഷേമ പെൻഷനിൽ വർധനവില്ല. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ പദ്ധതി തുക വെട്ടിച്ചുരുക്കി. പട്ടികജാതി പട്ടികവർഗ പദ്ധതികളും തദ്ദേശ ഫണ്ടും കുറച്ചു. സപ്ലൈകോയ്ക്ക് 700 കോടി നിലവിൽ കടമുണ്ട്. ബാധ്യത തീർക്കാനുള്ള പണം പോലും വെച്ചിട്ടില്ല. നിക്ഷേപ പ്രോത്സാഹനവും അടിസ്ഥാന സൗകര്യ വികസനവും വയനാട് പുനരധിവാസ പാക്കേജുമായിരുന്നു ബജറ്റിന്റെ അകക്കാമ്പുകളിൽ പ്രധാനം. പദ്ധതി വിഹിതങ്ങളിൽ വർധനവ് വരുത്തി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ബജറ്റിൽ ഏറ്റവും അധികം പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ്. പുതിയ 9 പദ്ധതികളാണ് ബജറ്റിൽ കൊല്ലം ജില്ലയ്ക്കായി നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വിഴിഞ്ഞം കൊല്ലം പുനലൂർ കോറിഡോർ പദ്ധതിയാണ്. 1000 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്നും കൊച്ചി മെട്രോയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വികസനം കൊണ്ടുവരുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഏർപ്പെടുത്തിയ 2 രൂപ ഇന്ധന സെസ്സിൽ മാറ്റമുണ്ടാകുമോ എന്നായിരിക്കും ഏവരും ഉറ്റുനോക്കിയത്. പെട്രോളിനും ഗ്യാസ് സിലിണ്ടറിനുമെല്ലാം ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള ബജറ്റ് ലിസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നത്. ഒറ്റനോട്ടത്തിൽ ഈ ബജറ്റിൽ എല്ലാം ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം.